നമുക്ക് ഈ തോമസ് ചെറിയാൻ്റെ ജന്മനാട്ടിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. കാരണം ഇപ്പോഴും തോമസ് ചെറിയാനെ കാത്തിരിക്കുന്ന കുടുംബവും ബന്ധുക്കളും കൂട്ടുകാരും ഉണ്ട്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയുന്നത്. നമുക്ക് അവിടെ നിന്ന് CG ഉമേഷ് വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. പ്രശാന്ത് ശങ്കരമംഗലത്തിനൊപ്പം ഉണ്ടാകും. ഉമേഷ്, അറിയേണ്ടത് ഇത്രയും വർഷം എന്തു പറ്റി, എവിടെ പോയി എന്നറിയാതെ, കാരണം ഈ അപകടത്തിൽപ്പെട്ടു, മരണം സംഭവിച്ചു എന്നറിയാം, പക്ഷേ ആ ഭൗതികദേഹം കിട്ടിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതൊരു വിങ്ങലായി മനസ്സിൽ കിടന്നവരാണ് ഇവരെല്ലാവരും, ഇപ്പോൾ കാത്തിരിക്കുന്ന ഈ ബന്ധുക്കളും കൂട്ടുകാരുമെല്ലാം. ആ നാട് വിട നൽകാൻ കാത്തിരിക്കുകയാണ്. ഒരുപക്ഷെ അർഹിക്കുന്ന ഒരു വിട നൽകാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. വിവരങ്ങൾ എന്താണ്? കാത്തിരിക്കുന്നത് നമുക്ക് വ്യക്തമാണ്. കാരണം ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞാണല്ലോ ഈ മൃതദേഹം ലഭിക്കുന്നത്. അപ്പോൾ അതിന് അർഹിക്കുന്ന ആദരവ് നൽകി സംസ്കരിക്കുക എന്ന് പറയുന്നതാണ് ഇനി ബാക്കിയുള്ളത്. എത്രത്തോളം വിങ്ങലോടെ അവർ കാത്തിരിക്കുന്നു? തീർച്ചയായും വീണ, വിങ്ങൽ എന്നതിൽ ഉപരി 56 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടു പോയതാണ് ഈ നാട്ടുകാർക്ക്, അല്ലെങ്കിൽ ഈ കുടുംബത്തിന്. അത് അവരുടെ സഹോദരനെ ഈ ഒരിക്കലും തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നല്ല. ഇടയ്ക്കിടയ്ക്ക് വരുന്ന സൈന്യത്തിൻ്റെ ഔദ്യോഗികമായ കത്തുകളിൽ തിരച്ചിൽ നടക്കുന്നു എന്ന് പറയുമ്പോഴും അവരത് അത്രത്തോളം വിശ്വാസത്തിലെടുത്തിരുന്നില്ല. അതൊരു നടപടിക്രമങ്ങളുടെ ഭാഗമായി മാത്രമാണ് അത്തരം കത്തുകൾ വരുന്നതെന്നാണ് കുടുംബം കരുതിയിരുന്നത്. എന്നാൽ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇത് ഭൗതിക ശരീരം തോമസ് ചെറിയാൻ്റെ ലഭിച്ചു എന്ന സ്ഥിരീകരണം വന്നതോടുകൂടി ഏറെ ഞെട്ടലോടുകൂടിയാണ് കുടുംബം ആ വാർത്തയെ സ്വീകരിച്ചത്. അതിൽ വീണ സൂചിപ്പിച്ച പോലെ തന്നെ സഹോദരൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന വിങ്ങലുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സംതൃപ്തി കൂടിയുണ്ട്. കാരണം കഴിഞ്ഞ 56 വർഷമായി എന്താണ് എന്ന ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം കൂടി ലഭിച്ചിരിക്കുന്നു. അദ്ദേഹം വീരമൃത്യു മരിച്ചു എന്ന് സൈന്യത്തിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം 56 വർഷങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്നെങ്കിൽ പോലും ഭൗതിക ശരീരം എന്ത് ചെയ്യും, അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകൾ പൂർത്തിയാക്കേണ്ടത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ സഹോദരങ്ങൾക്ക് ഒപ്പമുണ്ടായിരുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾക്ക് അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അത് സാധിച്ചില്ല. 25 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളും ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. പിന്നീട് സഹോദരങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൂത്ത സഹോദരിക്ക് ഏതാണ്ട് 10 വർഷമുള്ളപ്പോഴാണ് അദ്ദേഹം സൈനിക സേവനത്തിനായി പോകുന്നത്. അതുകൊണ്ട് തന്നെ കുടുംബത്തിനും അദ്ദേഹത്തെ പിന്നീടൊന്ന് കാണാൻ ഒരു അവസരം ലഭിച്ചിരുന്നില്ല. അതിനുശേഷം കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഇത്തരം ഒരു ഔദ്യോഗിക സ്ഥിരീകരണം സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. സഹോദരൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഏതാണ്ട് 4 ദിവസമായിട്ട് നിങ്ങൾ 56 വർഷമായി കാത്തിരിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ 4 വർഷമായി കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം. ഇപ്പോൾ ഏതാണ്ട് വെഞ്ഞാറമൂട് കഴിഞ്ഞ് എത്തുന്നു. ഇവിടെ ക്രമീകരണങ്ങളൊക്കെ എങ്ങനെയായി? ഇവിടെ ഏറെക്കുറെ എല്ലാം ആയിട്ടുണ്ട്. 10 മണിയോടുകൂടി ഏലന്തൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ. ഞങ്ങളിപ്പം കുടുംബക്കാരെ അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. പള്ളിയിലാണെങ്കിൽ കല്ലറയുടെ പണികളെല്ലാം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട്. അത് പള്ളിയിൽ നിന്ന് നിർമ്മിച്ച് നൽകിയ കല്ലറയാണ്. ബാക്കി ക്രമീകരണങ്ങളെല്ലാം ഇതോടൊപ്പം തന്നെ നടന്നു. കണ്ട ഓർമ്മ പോലും ഉണ്ടാവില്ലല്ലോ? ഇല്ല, ഞാൻ ജനിക്കുന്നതിന് 5 വർഷം മുമ്പാണ്. എനിക്കുള്ള ഓർമ്മ പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഈ പ്ലെയിന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതൊക്കെ ചെറുപ്പകാലത്ത് അറിയത്തുള്ളൂ. നമ്മുടെ രാജ്യത്തു നിന്ന് അയൽ രാജ്യങ്ങളിലേക്ക് ഇത് അവർ കൊണ്ടുപോയതാണ് എന്നൊക്കെയാണ് നമ്മുടെ ചെറുപ്പകാലത്തെ ഒരു വിശ്വാസം. പിന്നെ 2003 2 ബോഡി ഇതിനകത്തുള്ളത് കിട്ടിയായിരുന്നു. അന്ന് ഗവൺമെൻറ് ഡിക്ലെയർ ചെയ്തതുപോലെ എല്ലാവരും മരിച്ചു. അന്നും ഞങ്ങൾക്ക് പ്രതീക്ഷ പിന്നെ ബോഡി എന്തെങ്കിലും ഒരു കാലത്ത് കിട്ടും എന്നൊരു പ്രതീക്ഷ നമുക്കുണ്ടായിരുന്നു. സഭ പോലും പ്രത്യേക ഒരു അംഗീകാരം നൽകുന്നുണ്ട്. പ്രത്യേക കല്ലറ നിർമ്മിക്കുന്നു. കുടുംബക്കല്ലറ അല്ലാതെ പ്രത്യേക കല്ലറ നിർമ്മിച്ചാണ് അദ്ദേഹത്തെ സംസ്കരിക്കുന്നല്ലേ? അതെ. അവർ ഞങ്ങളുടെ കുടുംബക്കല്ലറയിൽ അടക്കാനും ആയിരുന്നു ഞങ്ങളുടെ ഒരു ഒപ്പീനിയൻ. അപ്പം പള്ളിക്കാർക്ക് പൊതുവെ അവർക്കൊരു ആദരവ് പ്രകടിപ്പിക്കാൻ വേണ്ടി അവരത് പള്ളിയുടെ അച്ഛന്മാരെ അടക്കുന്നതിനോട് ചേർന്നുള്ള സ്ഥലത്ത് തന്നെ അവർ കല്ലറ പ്രത്യേകം തയ്യാറാക്കി അതിൽ സംസ്കരിക്കാണ്. വീണ, സഭയും നാടും ഒക്കെ അത്തരത്തിൽ ഒരു അംഗീകാരം, അല്ലെങ്കിൽ ഈ നാട്ടിൽ നിന്ന് നേരത്തെ പലതവണ ഷാലിനെയൊക്കെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ നാട്ടിൽ നിന്ന് ഇപ്പോഴുള്ള തലമുറയ്ക്ക് അത്ര കേട്ടുപരിചിതമല്ല അദ്ദേഹത്തിൻ്റെ പേരും കഥകളും ഒക്കെ. എന്നാൽ അദ്ദേഹത്തെ തിരികെ നാട്ടിലേക്ക് എത്തിക്കുകയാണ്. 56 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം തിരികെ നാട്ടിലേക്ക് എത്തുമ്പോൾ വീരോചിതമായ ഒരു യാത്രയപ്പിനായി ഈ ഇരന്തൂർ ഗ്രാമം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. സഭയും അത്തരത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ തീർച്ചയായും കാത്തിരിപ്പിൽ തന്നെയാണ് കുടുംബാംഗങ്ങൾ. പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുന്നുണ്ട്. പ്രശാന്ത്, സൈനിക വാഹന വ്യൂഹം കടന്നു പോകുന്ന പാതയിലാണ്. എന്തായാലും മണിക്കൂറുകൾ കൂടി പിന്നിടേണ്ടിയിരിക്കുന്നു. തോമസ് ചെറിയാൻ്റെ ഭൗതികദേഹവും വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് അതുവഴിയിലേക്ക് എത്താൻ എന്തായാലും പൊതുദർശനം അടക്കമുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ പൂർത്തിയായി വരികയാണോ?
രോഹിണി, തീർച്ചയായും പൊതുദർശനം ഉണ്ടാകും. പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി വരികയാണ്. ഞാൻ നിൽക്കുന്നത് ഇലന്തൂരെ മാർക്കറ്റ് ജംഗ്ഷനാണ്. ആദ്യം ഈ ഭൗതിക ശരീരം ഇവിടേക്കാണ് എത്തുന്നത്. ഇവിടെ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഈ പന്തലിൽ അവിടെ ഭൗതിക ശരീരം ഇറക്കി വെക്കുകയും അതിനുശേഷം തുറന്ന വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് വിലാപയാത്ര ആരംഭിക്കുക. വിലാപയാത്രയായാണ് ആദ്യം വീട്ടിലേക്ക് എത്തുക. വീട്ടിൽ എത്തിയതിനു ശേഷം അവിടെ പൊതുദർശനം ഉണ്ടാകും. പൊതുദർശനം കഴിഞ്ഞതിന് ശേഷമായിരിക്കും പിന്നീട് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോകുക. അങ്ങനെയാണ് നിലവിലെ ഒരു ക്രമീകരണം. നേരത്തെ ഉമേഷ് സൂചിപ്പിച്ചതുപോലെ ക്രമീകരണം തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ ഈ മാർക്കറ്റ് ജംഗ്ഷനിൽ ഇവിടെ വിലാപയാത്രയ്ക്കുള്ള ഒരുക്കങ്ങളും സജ്ജമാണ്. പ്രദേശവാസികളടക്കം ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഒപ്പം ചേട്ടന്മാർ ചേരുന്നുണ്ട്. ചേട്ടാ, ഇങ്ങനെ തോമസ് ചെറിയാൻ നിങ്ങൾക്കൊന്നും അറിവുണ്ടാകുമെന്നും അറിയില്ല. ഇങ്ങനെ ഒരു ആളുണ്ടായതായിട്ട് നിങ്ങൾക്ക് അറിയാമായിരുന്നോ? ഇല്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം മിലിറ്ററിയിൽ പോയത്. ഇപ്പോൾ അപകടം ഉണ്ടായി മൃതശരീരം കിട്ടിയതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങനൊരു കാര്യത്തെപ്പറ്റി അറിയുന്നത്. കാരണം ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് അദ്ദേഹം മിലിറ്ററിയിൽ പോയതും രാജ്യസേവനത്തിന് വേണ്ടി പോയതും അതിനുവേണ്ടി നിയോഗിച്ചതും. അദ്ദേഹം മിലിറ്ററിയിൽ പോയതിന് ശേഷം അവധിക്കായിട്ടോ വന്നതായിട്ട് ഇവിടെ പഴമക്കാർ ഇപ്പോഴേ ഈ സംഭവം ഉണ്ടായതിന് ശേഷമാണ് പറയുന്നത്. അന്നേരമാണ് ഞങ്ങളിതൊക്കെ അറിയുന്നത്. വന്നു അദ്ദേഹത്തെ കണ്ട് സംസാരിച്ച് അദ്ദേഹം പോയെന്നാണ് പഴമക്കാർ പറയുന്നത്. ഇപ്പോഴേതാണ്ട് 56 വർഷത്തിന് ശേഷമാണ് ഈ മൃതശരീരം കിട്ടുന്നത്. ഇങ്ങനൊരു വാർത്ത വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ ഈ സംഭവങ്ങൾ അറിയുന്നത്. ഇങ്ങനൊരു ആൾക്കാരുണ്ടായിരുന്നു, ഇങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്നും പോയി ഇങ്ങനൊരു അപകടം സംഭവിച്ച ആൾ മരണപ്പെട്ടു എന്നൊക്കെ ഞങ്ങൾ അറിയുന്നത്. ഇങ്ങനൊരു പട്ടാളത്തിൽ പോയി ആ പട്ടാളത്തിൽ പോയ ഒരാൾ കാണാതായി എന്ന് ഈ ബന്ധുക്കളോ അങ്ങനെ ആരും പറഞ്ഞ് കേട്ട് കേൾവിയില്ല? ഇല്ല, അങ്ങനെ ആരും ഞങ്ങളോട് പറഞ്ഞു കേട്ടു. കാരണം ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടാകും. അന്നത്തെ ആൾക്കാരൊക്കെ ചർച്ച ചെയ്തും പറഞ്ഞു അന്ന് വീട്ടിൽ വിവരം അറിയിച്ച് കാണും. പക്ഷേ ഞങ്ങൾക്കൊക്കെ അന്ന് ജനിക്കുന്നതിന് മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴാണ് ഞങ്ങളൊക്കെ ഈ കാര്യങ്ങൾ അറിയുന്നതും ചർച്ച ചെയ്യുന്നതും. പക്ഷേ പഴമക്കാരോടൊക്കെ ചോദിച്ച സമയത്ത് അദ്ദേഹത്തോട് പഠിച്ച ആൾക്കാരൊക്കെ പറയുന്ന അവധിക്ക് അദ്ദേഹം വന്ന് ഞങ്ങൾ കണ്ട് സംസാരിച്ചിട്ട് പോയതിന് ശേഷമാണ് ഈ അപകടം നടക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾക്ക് ആ സംഭവങ്ങളെപ്പറ്റി അറിയത്തില്ല. അപ്പോൾ ഇന്ന് ഇവിടെ കൊണ്ടുവരുന്ന മൃതശരീരം ഇലന്തൂരിലെ ജനങ്ങളെ എല്ലാ മേഖലകളിലുള്ള ആൾക്കാരും ഇന്ന് ഇവിടെ ആദരവ് അർപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിനുവേണ്ട ആദരങ്ങളും കാര്യങ്ങളും എല്ലാം അർപ്പിക്കാൻ തയ്യാറായാണ് ഇലന്തൂരിലെ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ആദ്യം ഇവിടെയാണല്ലോ എത്തുന്നത്. ആദ്യം ഇലന്തൂർ മാർക്കറ്റിലാണ് എത്തുന്നത്. ഇലന്തൂർ മാർക്കറ്റിൽ വന്ന് അവർ വരുന്ന വാഹനത്തിൽ വന്നിട്ട് ഇവിടുന്ന് തുറന്ന വാഹനത്തിലേക്ക് മാറ്റി ഇവിടെ പൊതുദർശനം കാണും. അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും അങ്ങോട്ട് കൊണ്ടുപോകുന്നത്. ഇവിടെ ആരൊക്കെ വരും അങ്ങനെയല്ലോ അറിയുമോ? എല്ലാ ജനപ്രതിനിധികളും മറ്റുള്ള ആൾക്കാരും ഒക്കെ എത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ജനപ്രതിനിധികളും മറ്റുള്ള ആൾക്കാരും നേതാക്കന്മാരും രാജ്യസേവനം ചെയ്ത പട്ടാളക്കാരെ അവരുടെ ആൾക്കാരെ എല്ലാവരും എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാ ആൾക്കാരും എത്തുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങളെല്ലാവരും ആദരം അർപ്പിക്കുന്നതാണ്. അതിനുവേണ്ടി എല്ലാം തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഒരു നാട് ഒന്നാകെ തോമസ് ചെറിയാന് വേണ്ടി ആദരവർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഏകദേശം 10 മണിയോടുകൂടി ഇവിടേക്ക് എത്തിച്ചേരും, സൈനിക വാഹനം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നേരത്തെ വെഞ്ഞാറമൂട് പിന്നിട്ടിരുന്നു വാഹനം. അതിനുശേഷം ഇപ്പോൾ ഈ 10 മണിയോടുകൂടി ഇലന്തൂരിലേക്ക് എത്തുകയും അവിടെ നിന്ന് പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങളെല്ലാം ഒരുക്കുന്നുണ്ട്. എന്തായാലും ആദ്യം ഒരു വിലാപയാത്രയുണ്ട്. ആ വിലാപയാത്രയ്ക്ക് ശേഷമായിരിക്കും പൊതുദർശനം നടക്കുക. വീട്ടിലേക്ക് വിലാപയാത്രയെ കൊണ്ടുപോകും ഭൗതിക ശരീരം. അതിനുശേഷം വീട്ടിൽ പൊതുദർശനം ഉണ്ടാകും. അതിനുശേഷമായിരിക്കും പിന്നീട് കത്തീഡ്രലിലേക്ക് കൊണ്ടുപോവുകയും അവിടെ ക്രിസ്തു മതാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം സംസ്കാരം നടക്കുക. എന്തായാലും ഇവിടേക്കാണ് ആദ്യം എത്തിച്ചേരുക. ഇലന്തൂരിലെ മാർക്കറ്റ് തോമസ് ചെറിയാൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ജന്മനാടായ പത്തനംതിട്ടയിലെ ഇലന്തൂർ തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഉച്ചയ്ക്ക് 3 മണിയോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. നമ്മുടെ പ്രതിനിധികളാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.